മസിനഗുഡി കാടിനുള്ളിൽ ഫാമിലിയുമൊത്തൊരു റെസ്റ്റ് ഹൗസിൽ താമസിച്ചാലോ? അപ്പോൾ തമിഴ്നാട്ടിലെ മുതുമല ടൈഗർ റിസർവിൻ്റെ കീഴിൽ മസിനഗുഡിയിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റെസ്റ്റ് ഹൗസിലാണ് നമ്മളിന്ന് പോകുന്നത്. മുതുമല ടൈഗർ റിസർവിൻ്റെ തന്നെ മറ്റ് 2 കോട്ടേജുകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഈ ടൈഗർ റിസർവിനുള്ളിൽ തന്നെ 3-4 ഇടങ്ങളിലായിട്ട് കുറേ കോട്ടേജുകൾ അവൈലബിൾ ആണ്. നമുക്ക് www.mudumalatigerreserve.com എന്ന ഇവരുടെ സൈറ്റിൽ കയറിയാൽ നമുക്ക് ഓരോ കോട്ടേജുകളുടെ പേരും അതിൻ്റെ റേറ്റും മറ്റ് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതുവഴി തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനും സാധിക്കും റൂം. ഗൂഡല്ലൂരിൽ നിന്ന് മൈസൂർ റൂട്ടിൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ പോകുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ തെപ്പക്കാട് എന്ന് പറയുന്നത് ഈ സ്ഥലത്ത് വരും. ഇവിടെയാണ് ഇവരുടെ റിസപ്ഷൻ സെൻറ്റർ ഉള്ളത്. നമ്മൾ ഏത് റൂം ബുക്ക് ചെയ്താലും ഇവിടെ വന്ന് എൻട്രി ചെയ്തിട്ട് വേണം റൂമിലോട്ട് പോകുവാൻ. ഇവിടെ ഇവരുടെ ഒരു സെവനീർ ഷോപ്പുണ്ട്, പിന്നെ ഒരു തട്ടുകടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന മെയിൻ റോഡിൽ നിന്ന് ഒരു 100 മീറ്റർ ഉള്ളിലേക്ക് മാറിയിട്ടാണ് റിസപ്ഷൻ സെൻറ്റർ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും ആ റോഡ്. കാണുന്നതാണ് നമ്മൾ വന്ന റോഡ്. അപ്പോൾ നമ്മൾ ഇവരുടെ സൈറ്റിൽ കയറി റൂം ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെയിലിലേക്ക് ഒരു റെസിപ്റ്റ് കിട്ടും. നമ്മൾ മസ്റ്റായിട്ട് ആ റെസിപ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കാണിച്ച് എൻട്രി ചെയ്യണം. എൻട്രി ചെയ്തിട്ട് വേണം റൂമിലോട്ട് പോകാനായിട്ട്. ഈ കിടക്കുന്നത് ഇവിടുത്തെ സഫാരി ബസ്സുകളാണ് കേട്ടോ. ഇവിടെ ബസ് സഫാരിക്ക് പുറമെ ജിപ്സിയും ജീപ്പ് സഫാരികളും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. വെഹിക്കിൾ സഫാരിക്ക് പുറമേ ഇവിടെ ഒരു എലിഫൻറ്റ് ക്യാമ്പ് കൂടിയുണ്ട്. നമുക്ക് അവിടെയും വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ടൈമിങ്ങും എൻട്രി ഫീസും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേപ്പറൊക്കെ എൻട്രി ചെയ്ത് റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങി മൈസൂർ റൂട്ടിൽ ഒരു 100 മീറ്റർ ചെല്ലുമ്പോൾ വലത്തേക്ക് ഈ റോഡ് കാണാം. ഇതിലെയാണ് നമുക്ക് പോകേണ്ടത്. ഇത് ഊട്ടി റോഡാണ് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്ററോളം ഉണ്ട് ഊട്ടിക്ക്. ഒരു 10 കിലോമീറ്റർ ചെല്ലുമ്പോൾ നമ്മൾ മസിനഗുഡിയിലെത്തും. മസിനഗുഡിയിലാണ് നമ്മുടെ റൂമുള്ളത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇത് നമ്മൾ തെപ്പക്കാട് നിന്ന് വലത്തോട്ട് തിരിയുമ്പോൾ തന്നെ ചെറിയൊരു പാലം വരും. ആ പാലത്തിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ കേട്ടോ ഇത്. ഇവിടുന്ന് റൂമിലേക്ക് പോകുന്ന റൂട്ട് ഒരുപാട് ആനിമൽസിനെ കാണാൻ ചാൻസ് ഉള്ള റൂട്ടാണ് കേട്ടോ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കുറേ ആനിമൽസിനെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് കരടിയൊക്കെ ഒരുപാട് കാണാറുള്ള റൂട്ടാണ് കേട്ടോ ഇത്. അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴത്തേക്കും ഒരു കൂട്ടം കാട്ടികൾ നമുക്ക് കാണാൻ പറ്റി കണ്ടോ. അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടേ. ഈ കാണുന്ന റോഡിൽ കൂടിയാണ് നമ്മൾ വന്നത് കേട്ടോ. മസിനഗുഡി ടൗണിൽ നിന്ന് മോയ റൂട്ടിൽ ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് നമ്മുടെ ഈ റൂമിലേക്കുള്ളത്. ഇതൊരു വലിയ കോമ്പൗണ്ടിനകത്താണ് കേട്ടോ. 2 ടൈപ്പ് കോട്ടേജുകളുണ്ട്. ഒന്ന് മസിനഗുഡി റെസ്റ്റ് ഹൗസും ഒന്ന് മസിനഗുഡി ലോഗ് ഹൗസും. ഈ ലോഗ് ഹൗസിൻ്റെ വീഡിയോ മുന്നേ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ റോഡിൽ നേരെ പോയാൽ ആ കാണുന്ന ബിൽഡിങ്ങിന് പുറകിലായിട്ടാണ് ലോഗ് ഹൗസ് ഉള്ളത്. നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് ഈ കാണുന്ന മസിനഗുഡി റെസ്റ്റ് ഹൗസ് എന്ന കോട്ടേജിലാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്ന് സേഫായി താമസിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇതും. അതിന് തൊട്ട് പുറകെ കാണുന്ന ഒരു ചെറിയ ബിൽഡിങ്ങിലാണ് ഇവിടുത്തെ കെയർ ടേക്കറൊക്കെ താമസിക്കുന്നതും. അതും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാർക്ക് പോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സൗകര്യമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം അവർക്ക് കളിക്കാൻ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയൊരു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ. പിന്നെ ഇവിടെ വിശാലമായ മുറ്റം കിടപ്പുണ്ട്. നമുക്ക് വണ്ടിയൊക്കെ സൗകര്യമായിട്ട് പാർക്ക് ചെയ്യാം. ഈ മുറ്റത്ത് ചില ദിവസം രാത്രിയിൽ കരടി വരാറുണ്ടെന്നാണ് ഇവിടുത്തെ കെയർ ടേക്കർ നമ്മുടെ അടുത്ത് പറഞ്ഞത് കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ആ ചെറിയ ബിൽഡിംഗ് അല്ലേ, അവിടെയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കെയർ ടേക്കറൊക്കെ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി റെസ്റ്റ് ഹൗസിൻ്റെ ഉൾവശം ഒന്ന് കയറി കണ്ടിട്ട് വരാം. കയറി വരുന്നിടത്തൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. മദ്യപാനവും പുകവലിയും ഒന്നും പാടില്ലെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വൈകിട്ട് 7 മണിക്ക് ശേഷം റെസ്റ്റ് ഹൗസിൻ്റെ പുറത്തോട്ട് പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആനിമൽസൊക്കെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് പുറത്തോട്ട് പോകരുതെന്ന്. പിന്നെ ഇവിടെ മൊത്തം 3 റൂമാണ് കേട്ടോ ഉള്ളത്.
2 ഡബിൾ റൂമും ഒരു ഫാമിലി റൂമുമാണുള്ളത്. 2 ഡബിൾ റൂമിലും നമുക്ക് 3 പേർക്ക് വീതമാണ് നിൽക്കാൻ പറ്റുന്നത്. ഫാമിലി റൂമിൽ 6 പേർക്ക് വരെ നിൽക്കാൻ പറ്റും. ഈ 3 റൂമിന് വേണ്ടിയിട്ടും കോമൺ ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇത്. ഈ കാണുന്നതാണ് ഫാമിലി റൂം എന്ന് പറഞ്ഞത്. ഈ ഡൈനിങ് റൂമിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണുള്ളത്. ബാക്കി 2 ഡബിൾ റൂമും ഈ ഭാഗത്താണ് കേട്ടോ ഉള്ളത്. ഇവിടെയാണ് നമുക്ക് കൈയൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുള്ളത്. അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയറും വെച്ചിട്ടുണ്ട്. ഒരു ബെഡ്റൂം ഇതാണ് കേട്ടോ. ഡബിൾ റൂം 2 ഉള്ളതിൽ ഒരു ഡബിൾ റൂം ഇതും, ഒരെണ്ണം ഈ കാണുന്ന ഡോറിനകത്ത്. പിന്നെ ഫുഡ് നമുക്ക് എന്താണോ വേണ്ടതെന്ന് നേരത്തെ പറഞ്ഞാൽ ഇവരത് പ്രിപ്പയർ ചെയ്ത് തരും. നമുക്ക് ആവശ്യമുള്ള എന്ത് ഫുഡ് പറഞ്ഞാലും ഇവർ ചെയ്തു തരും. ഈ കാണുന്നതാണ് ഇവരുടെ കിച്ചൺ. നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. ഒരു ഹോംലി ടേസ്റ്റ് കിട്ടുന്നൊരു ഫുഡാണ്. റേറ്റും നോർമൽ റേറ്റ് തന്നെ ഇവിടെ വാങ്ങുന്നുള്ളൂ, കൂടുതലായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ റേറ്റ് വരുന്നത് ഡബിൾ റൂമിന് 2 പേർക്കാണെങ്കിൽ 3300 രൂപയാണ് വരുന്നത്. അതേപോലെ ഫാമിലി റൂമാണെങ്കിൽ 4 പേർക്ക് 4700 രൂപയും വരും. പിന്നെ എക്സ്ട്രാ ബെഡിൻ്റെ പൈസ അഡീഷണൽ വേറെ കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് റൂം ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ ഡബിൾ റൂം കേട്ടോ. കുഴപ്പമില്ലാത്ത റൂമാണ്. അത്യാവശ്യം സ്പേസ് ഉണ്ട്, മോശമല്ലാത്ത നീറ്റ്നെസ്സൊക്കെ ഉണ്ട്. പിന്നെ വളരെ ഒരു ആഡംബരമൊന്നും പ്രതീക്ഷിക്കരുത്. മോശമല്ലാത്ത രീതിയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇനി വാഷ്റൂം കൂടി ഒന്ന് നോക്കാം നമുക്ക്. വാഷ്റൂമും നമുക്ക് നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂമാണ് കേട്ടോ. നീറ്റ്നെസ്സും ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ വാട്ടർ ഹീറ്റർ വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു കുഴപ്പമില്ലാത്ത റൂമും വാഷ്റൂമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡബിൾ റൂമിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ ഇവിടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റിയ സ്ഥലമെന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഡാമുണ്ട്, മോയാർ ഡാം. ആ ഡാമിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കിട്ടും. ഭാഗ്യമുണ്ടെങ്കിൽ ആനിമൽ സൈറ്റിങ്സ് കിട്ടും. പിന്നെ മസനഗുഡി ടൗണിൽ ചെന്നിട്ട് സിംഗാര റൂട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ നല്ല അടിപൊളി വിഷ്വൽസ് കിട്ടും. നല്ല പച്ചപ്പ് നിറഞ്ഞൊരു വിഷ്വൽസ് നമുക്ക് കിട്ടും. അവിടെയും ആനിമൽ സൈറ്റിങ്സിന് ചാൻസ് ഉള്ള റൂട്ടാണ്. അതുപോലെ 1-2 റൂട്ടുകൾ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ പറ്റിയ കുറേ റൂട്ടുകൾ ആണ് ഇതൊക്കെ. ഈ വലതുവശത്ത് കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ക്വാർട്ടേഴ്സുകളാണ്. അത് മാത്രമല്ല, തെപ്പക്കാട് ചെന്നിട്ട് മൈസൂർ റോഡിൽ പോകുകയാണെങ്കിൽ ബന്ദിപ്പൂർ വരെ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കിട്ടും. അങ്ങനെ പോയപ്പോൾ കിട്ടിയ ഒരു കാഴ്ചയുടെ ഫോട്ടോ ഞാനിപ്പോൾ ഒന്ന് ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. താങ്ക് യു.